എന്ത് ചെയ്യാൻ 220 എന്ന് പറഞ്ഞ ഭ്രാന്തെടുത്ത് കിടക്കുന്ന കുറേ എണ്ണം കാരണം അത് നമ്മുടെ റോഡിൽ എന്താ പറയുക പരാജയപ്പെട്ടു. ഞാൻ ഒരെണ്ണം പോലും ഒരെണ്ണം എന്തോ ഒന്നോ രണ്ടോ എന്തോ ഒരു 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 ബീസ്റ്റ് തന്നെ ആയിരുന്നു ആ ഒരു എൻജിൻ അല്ലെങ്കിൽ ആ ഒരു വണ്ടി എന്ന് പറയുന്നത്. ആ സമയത്ത് ഇതിനെ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരുന്നത് യൂണിക്കോണൊന്നും ഒരിക്കലും ആ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ അടുത്ത് പോലും വരത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഒരു ബീസ്റ്റി പെർഫോമൻസ് ആയിരുന്നു. പഞ്ചി ഷോർട്ട് ഗിയർ റേഷ്യോ ആയിട്ടേക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ മോട്ടോർ സൈക്കിൾസാണ്. ഒരു പ്യുവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു വണ്ടി ഒരിക്കലും ഒരു നിരാശ തരത്തില്ല. ആ വണ്ടിയൊന്നും അത്രയ്ക്ക് കിടിലൻ വണ്ടിയാണ് അതൊക്കെ മേ ബി ഒരു 1:40. അപ്പോൾ യെസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മിസ്റ്റർ മോട്ടോർ വാൾട്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാവർക്കും സുഖല്ലേ എന്നുള്ള ആ ഒരു ഡയലോഗ് ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഇതെങ്ങനെയുണ്ട് ഈ ഒരു സംഭവം? അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു കിടുക്കൻ സാധനമാണ്. അതായത് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും അറിയായിരിക്കും ഈ പറയാൻ പോകുന്ന ബൈക്കുകളെ പറ്റി. അതായത് നല്ല ഒന്നാം തരം കീച്ചൻ വണ്ടികളാണ്, പക്ഷേ അങ്ങോട്ട് വിജയിച്ചില്ല. വലിയ പ്രതീക്ഷയിൽ കൊണ്ടുവന്ന വണ്ടികളൊക്കെയാണ് ഇന്ത്യയിൽ ആ മാനുഫാക്ചറർമാർ. പക്ഷേ അങ്ങോട്ട് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അത് വമ്പം പരാജയമായി പോയ കുറച്ച് വണ്ടികളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റിലത്തെ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടി, പ്രത്യേകിച്ച് ആദ്യം ഇറങ്ങിയ F250 പൾസർ F250. ആ 220 റീപ്ലേസ് ചെയ്തുകൊണ്ടോ 220 ഒരു ലെജൻഡ് തന്നെയാണ്, തീർച്ചയായിട്ടും അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് പറ്റിയ പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു, ഒരു പെർഫെക്റ്റ് മെറ്റീരിയൽ തന്നെയായിരുന്നു അപ്ഗ്രേഡിന് പറ്റിയ, അപ്ഗ്രേഡല്ല ഒരു അപ്ഡേറ്റിന് പറ്റിയ ഒരു നല്ലൊരു സാധനമായിരുന്നു F250. ആ ഒരു 32 പീസ് ബോഡി കിറ്റിൽ നിന്ന് 6 പീസ് കിറ്റിലോട്ട് മാറ്റുകയും അതുപോലെ തന്നെ ഒരു നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 250cc കൺവേർട്ട് ചെയ്യുകയും 26 bhp ആക്കുകയും 22 Nm ടോർക്ക് ആക്കുകയും ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിൻ, നല്ല മൈലേജും നല്ല പെർഫോമൻസും, സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാം. ആ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഡിസ്പ്ലേയും, എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ ആ വണ്ടി ഓടിച്ച് ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന് വരെ എനിക്ക് ചിന്ത വന്നതാണ്. അന്ന് R15 എടുത്ത് നിൽക്കുന്ന ഒരു 4 വർഷം കൊണ്ട് ആവുന്നേ ഉള്ളൂ. അന്ന് ആ വണ്ടി ഇറങ്ങിയ സമയത്ത് R15 എടുത്തിട്ട് ഒരു 3-3.5 വർഷം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ ഒഴിവാക്കിയ ഒരു വണ്ടിയായിരുന്നു F250. കിടുക്കൻ വണ്ടി. എൻ്റെ കയ്യിൽ ഒരു തവണ അങ്ങോട്ട് ഓടിക്കാൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇന്നും എനിക്ക് ആ ഓർമ്മ, 2022 ആദ്യമായിട്ടെന്തോ ആണ് ഞാൻ ആ വണ്ടി ഓടിക്കുന്നത്. മറക്കാൻ പറ്റാത്തൊരു ഒരു 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 സാധനം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്യാൻ 220 എന്ന് പറഞ്ഞ ഭ്രാന്തെടുത്ത് കിടക്കുന്ന കുറേ എണ്ണം കാരണം അത് നമ്മുടെ റോഡിൽ എന്താ പറയുക പരാജയപ്പെട്ടു. ഞാൻ ഒന്നോ രണ്ടോ എന്തോ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. നല്ലൊരു ടൂറിങ് ബൈക്കായിരുന്നു. അങ്ങനെ അഗ്രസീവായിട്ട് ഓടിക്കാൻ 250 ആണെങ്കിൽ പോലും അഗ്രസീവായിട്ട് ഓടിക്കേണ്ട ഒരു സാധനമല്ല. എയർ പ്ലസ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. നല്ല സൂപ്പർ സ്മൂത്തായിട്ടുള്ളൊരു എൻജിനായിരുന്നു. വിലയും കുറവായിരുന്നു. അത് കഴിഞ്ഞ് അവർ അല്ലാതെ F250 അപ്ഡേഷനൊക്കെ കൊണ്ടുവന്നിട്ട് ഫുള്ളി ഡിജിറ്റലൊക്കെ ആക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല. N250 അത്യാവശ്യം സെയിലുണ്ട്. അത്ര ഫ്ലോപ്പ് അല്ല N250 നേക്കഡ് ആയതുകൊണ്ട്. പക്ഷേ മറ്റേ സാധനം നല്ല അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ജെമ്മായിരുന്നു. എന്ത് സ്മൂത്തായിരുന്നു ഒരു എൻജിൻ. അത് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ചുളു വിലയ്ക്ക് കിട്ടുവാണെങ്കിൽ എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സ്പെയറിനൊന്നും വലിയ അവൈലബിലിറ്റി ഇഷ്യൂസൊന്നും വരത്തില്ല. ബജാജ് അല്ലേ, എത്ര നാൾ കഴിഞ്ഞാലും ഗ്രൈൻഡർ ഡിസ്കവറിൻ്റെ സ്പെയർ വരെ ഇപ്പോഴും കിട്ടുന്നു. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു പഴയ വണ്ടിയാണ്. നമ്മുടെ സുസൂക്കിയുടെ GS 150 ആണ്. ഒരു നേക്കഡ് മോട്ടോർ സൈക്കിളാണ്. പക്ഷേ അന്നത്തെ സമയത്ത് ആ വണ്ടി ഓടിച്ച ആരും ആ വണ്ടി കൊള്ളില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. 2008 സംതിങ്ങിൽ എന്തോ, ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഓടിച്ച ആൾക്കാർ കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അന്ന് ഓടിച്ച ആൾക്കാർ എന്തായാലും കുറ്റം പറയാൻ ഒരു ചാൻസും ഇല്ല. കാര്യം ഇന്ന് ഓടിക്കുമ്പോൾ അത് സ്റ്റിൽ അതൊരു നല്ല പവർഫുള്ളായിട്ടുള്ള മെഷീനായിട്ട് തന്നെയാണ് തോന്നുന്നത് പേഴ്സണലി എനിക്ക്. കാരണം അത് വളരെ റെയറാണ് ഇപ്പം നിലവിൽ അതിൻ്റെ ബോഡി പാർട്സ്. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ വേണ്ടി. പക്ഷേ എന്തൂസിയാസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു റെയർ കളക്ഷനൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ
നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിരിക്കും GS150. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചറിൽ എന്ത് പറയാനാ വണ്ടിയെപ്പറ്റി. നല്ല ടോർക്കി ആയിട്ടുള്ളൊരു എൻജിൻ, ആ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഡിസ്പ്ലേ, സുസൂക്കിയുടെ റിഫൈൻമെൻറ്റ് എല്ലാം കൂടി ഒത്തിറങ്ങുമ്പോൾ ഒരു 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 ബീസ്റ്റ് തന്നെ ആയിരുന്നു ആ ഒരു എൻജിൻ, അല്ലെങ്കിൽ ആ ഒരു വണ്ടി എന്ന് പറയുന്നത്. ആ സമയത്ത് ഇതിനെ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരുന്നത് യൂണിക്കോണൊന്നും ഒരിക്കലും ആ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ അടുത്ത് പോലും വരത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഒരു ബീസ്റ്റി പെർഫോമൻസ് ആയിരുന്നു. പഞ്ചി ഷോർട്ട് ഗിയർ റേഷ്യോ ആയിട്ട് നിൽക്കുന്ന ഒരു 1-2 ഗിയറൊക്കെ ഷോർട്ട് ഗിയർ റേഷ്യോ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. ടോപ്പ് എൻഡും മാന്യമായിട്ടുള്ളതല്ല, നല്ല ബീസ്റ്റി ലൈക്ക് ടോപ്പ് എൻഡും ഉണ്ടായിരുന്നു ആ ഒരു വണ്ടിക്ക്. എന്ത് ചെയ്യാൻ, അന്നത്തെ കാലത്തെ ആൾക്കാർ ഇപ്പോഴും സുസൂക്കി അണ്ടർ റേറ്റഡ് ആയിട്ട് വയ്ക്കുകയാണ്. ഇപ്പം സുസൂക്കിയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് അണ്ടർ റേറ്റഡ് ആയത്. അന്ന് അത്രയും പവറും അത്രയും അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ന് പക്ഷേ അങ്ങനല്ല കാര്യം. ഇന്ന് നല്ല വണ്ടി കൊടുക്കുന്നില്ല. നല്ല വണ്ടി ഉണ്ട്, പക്ഷേ കാലത്തിനനുസരിച്ചുള്ളൊരു വണ്ടിയെങ്കിലും കൊടുക്കണ്ടേ. ഇപ്പോൾ RTX ഒക്കെ ഇറങ്ങി ഫീച്ചർ വാരിക്കോരി കൊടുത്ത് വില കുറച്ചിറക്കുമ്പോൾ ഇപ്പോഴും സ്റ്റിൽ LCD ഡിസ്പ്ലേ ആയിട്ടൊക്കെ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ആക്സസിൽ പോലും LCD ഡിസ്പ്ലേ TFT ഡിസ്പ്ലേ ആക്കിയവർ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് AS200 ആണ്. NS200 കൊണ്ട് മാത്രം അണ്ടർ റേറ്റഡ് ആയിപ്പോയൊരു വണ്ടിയാണ് AS200. AS200നെ ഇറക്കാൻ വേണ്ടിയിട്ട് NS200നെ പിൻവലിച്ചതിൻ്റെ രോക്ഷം നമ്മുടെ 220 കൊണ്ട് F250 ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് നമ്മളുടെ ഈ ഒരു NS കാരണം AS200 വന്നേക്കുന്നത്. AS200 ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ല, എന്നാൽ അഡ്വഞ്ചറിൻ്റെ ഒരു ലേബൽ, നല്ലൊരു ടൂറിങ് വണ്ടിയായിരുന്നു. നല്ല അഗ്രസീവായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സെമി ഫെയർഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളായിരുന്നു. അതിൻ്റെ 150 ആണെങ്കിൽ പോലും അന്തകാലത്തിൽ ഒരു 10-12 കൊല്ലം മുമ്പേ ഇന്നത്തെ കാലത്തുള്ള 150cc മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള 150cc അതേ പവർ തന്നെയാണ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, ബജാജ് എന്നും ബജാജ് തന്നെയാണ്. ബജാജ് ഒരു 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 12 കൊല്ലം മുമ്പേ തന്നെ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചതുകൊണ്ടാണ് ഇന്ന് അവർക്ക് കഷ്ടപ്പെടാൻ വരുന്നത് ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാര്യം 200cc 25 bhpക്ക് മുകളിൽ ഇനി എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് അവർ പണ്ടേ കൊടുത്തുപോയി. അത് ആരുടെയും തെറ്റല്ല, പക്ഷേ ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അവർ കൊണ്ടുവരണം. ഇപ്പോൾ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അവരുടെയൊക്കെ വരുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. AS200 അപ്പം നിലവിൽ അത്യാവശ്യം നല്ല ഫാൻസൊക്കെ ഉണ്ട്. ചുളു വിലയ്ക്ക് നമ്മുടെ മാർക്കറ്റ് ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട CB300F ആണ്. 6ൻ്റെ കാര്യം ഞാൻ പറയത്തില്ല. 6 ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് എൻജിനാണ്. പക്ഷേ അത് അല്ലല്ലോ ആൾക്കാർക്കെല്ലാം വേണ്ടേ. അതുകൊണ്ട് CB300F ഒരു R15 മേടിക്കുന്നതിൻ്റെ അതേ പ്രൈസിൽ മേടിക്കായിരുന്നു. നല്ല പഞ്ചി ആയിട്ടുള്ള പെർഫോമൻസ്, നല്ല ഇനീഷ്യൽ ആക്സലറേഷൻ, നല്ല മൈലേജ്. ഹോണ്ടയുടെ റിഫൈൻമെൻറ്റ് ടോപ്പ് ലെവലിലോളം എത്തിയിട്ടില്ലെങ്കിലും മറ്റുള്ള ബ്രാൻഡിനേക്കാളും റിഫൈൻഡ് ആയിരിക്കും എന്തുമായാലും. ഹോണ്ടയുടെ ഏറ്റവും കുറഞ്ഞ റിഫൈൻമെൻറ്റ് പോലും. ആ ഒരു വണ്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു വണ്ടി ആദ്യം ഇറങ്ങിയപ്പോൾ 3 ലക്ഷം രൂപ മുകളിലുണ്ടായിരുന്നു ഈ റിയർ കൂൾഡ് എഞ്ചിന്. അതുകൊണ്ട് അത് അണ്ടർ റേറ്റഡായി പോയി എന്ന് ഹോണ്ടയ്ക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് അവർ വില ഒറ്റയടിക്ക് 1 ലക്ഷം രൂപ അടുത്ത് കുറച്ച് നല്ല സെയിൽസ് പിടിക്കാൻ പൊട്ടൻഷ്യലുള്ളൊരു വണ്ടിയായിരുന്നു. പക്ഷേ അത് നമ്മുടെ മാർക്കറ്റിൽ അതൊരു വിജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഫ്ലെക്സ് ഫ്യൂവലൊക്കെ ഇറങ്ങിയായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു നല്ല മോട്ടോർ സൈക്കിളാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ മോട്ടോർ സൈക്കിൾസാണ്. ഒരു പ്യുവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു വണ്ടി ഒരിക്കലും ഒരു നിരാശ തരത്തില്ല. ആ വണ്ടിയൊന്നും അത്രയ്ക്ക് കിടിലൻ വണ്ടിയാണ്. അതൊക്കെ മേ ബി ഒരു 140 മാർക്കറ്റിലൊക്കെ കുറവാണ്, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ. എന്നാലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. നല്ല വണ്ടിയാണ് കേട്ടോ, നിങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം. അതുകൊണ്ടൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അറ്റ്ലാസ്റ്റ് FC250 ആണ് സംഭവം. ഈ പറഞ്ഞ വണ്ടികളെല്ലാം കാട്ടിലും അത്യാവശ്യം എന്താ പറയുക, പോപ്പുലാരിറ്റി ഉണ്ട്. ബട്ട് എന്നിരുന്നാലും അതിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് അത് ഒരു യമഹ വിചാരിച്ച പോലെ അന്നത്തെ സമയത്ത് 2017 ഈ വണ്ടി ഇറക്കിയത് 1,20,000 രൂപ എക്സ്ഷോറും പ്രൈസിനാണ് ഒരു 250cc എന്ന് ആലോചിക്കണം. 250cc പോട്ട്, ഒരു 20 Nm ടോർക്കും 21 bhpയും യമഹയുടെ ആ ഒരു റിലയബിലിറ്റിയും ആ ഒരു മസ്കുലർ ഡിസൈനും കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഈസിനെസ്സും ടൂറിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗിയർ റേഷ്യോസും നല്ല കംഫർട്ടും ഒക്കെ ഒരു 160 ഓൺ റോഡ് പ്രൈസ്. ഇപ്പം ലാസ്റ്റ് 2 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു ആ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. സത്യം പറഞ്ഞാൽ ഈ അണ്ടർ റേറ്റഡ് ആയിട്ട് മാറിപ്പോയി ഈ MD-15ൻ്റെയും R15ൻ്റെയൊക്കെ തരംഗത്തിൽ. ഇന്ന് സത്യം പറഞ്ഞാൽ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ
അന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് നടന്ന തലമുറയ്ക്ക് ഒരു നല്ലൊരു വണ്ടിയാകുമായിരുന്നു. ടൂറിങ്ങും ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ ഒരു 40+ മൈലേജ് എങ്ങനെ പോയാലും കിട്ടുമായിരുന്നു. എന്ത് ചെയ്യാൻ? നമുക്ക് നമ്മുടെ നാട്ടിൽ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ നല്ല വണ്ടികളൊക്കെ നിർത്തി പോകുമ്പോഴാണ് ആ വണ്ടിയുടെ വില മനസ്സിലാകുന്നത്. ഇപ്പം CBR 250R ഒക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ല ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ 2026 ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരുപാട് നല്ല വണ്ടികളുണ്ട്. അതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം പറയാം 220F 2026 ഒരിക്കലും വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ലയോ വെച്ചാൽ വണ്ടി കൊള്ളാത്തത് കൊണ്ടല്ല. നല്ല വണ്ടിയാണ്. ലെജൻഡറി മോട്ടോർ സൈക്കിളായതുകൊണ്ട് ബജാജ് ഇപ്പോഴും കീപ്പ് ചെയ്യാണ്. അന്നത്തെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇന്ന് എടുക്കാം. CBR 250യും ഇന്ന് എടുക്കുന്നത് കൊണ്ട് ഒരു എന്താ പറയുക, പുതിയതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എടുക്കുന്നത് കൊണ്ട് കഥയൊന്നുമില്ല. കാരണം അതേ ഫീച്ചർ അനലോഗൊക്കെ വെച്ച് സംഭവം എനിക്കിഷ്ടമാണ്. പക്ഷേ അതേ അന്നത്തെ ആ ഒരു ഇപ്പം 3-3.5 ലക്ഷം രൂപയ്ക്കൊക്കെ CBR 250R ഒക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. എന്തായാലും ആട്ടെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ടോപ്പിക് ഇതുപോലുള്ള വെറൈറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ കമൻറ്റ്